കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇതുപോലെ എങ്ങനെയാണ് മുളപ്പിച്ചെടുക്കണേ എന്നുള്ളത്. അതായത് ഈ കുപ്പിയിൽ ഇങ്ങനെ ചെയ്യുന്നത്. ഇതിനകത്ത് വെള്ളം പിന്നെ ഒഴിക്കേണ്ട. നമ്മൾ ആ ആദ്യം ഒഴിച്ചെടുക്കുന്ന വെള്ളം മാത്രം മതി. ഫുള്ള് മുളച്ചു തന്നെ വരെയുള്ള വെള്ളം ഉണ്ടാവും. അപ്പൊ ഇതെങ്ങനെ ചെയ്തെടുക്കണേ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമുക്ക് ആദ്യം അത് കാണാം. ഇതിനകത്ത് നോക്കി കേട്ടാ, വേരുകൾ ഓടിയേക്കണ ഫുള്ള്. ഇത് ഫുള്ള് വേരിന് ഓടും. ഈ 5 ഇല ആകുമ്പോഴത്തേക്കും ഇത് ഫുള്ള് വേരോടി സെറ്റ് ആവും. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എടുത്തിട്ട് മാറ്റി മാറ്റി പറിച്ച് പറിച്ച് നടാൻ പറ്റും. അപ്പൊ ദേ ഇതുപോലത്തെ 1 ലിറ്ററിന്റെയോ 2 ലിറ്ററിന്റെയോ കുപ്പികൾ എടുക്കുക. നമ്മുടെ വെള്ളം കുപ്പിയൊക്കെ ആണെങ്കിൽ ഓക്കെ. വിനാഗിരിയുടെ കുപ്പിയൊക്കെ ആണെങ്കിൽ, നമ്മുടെ വിനീഗറിന്റെ കുപ്പിയൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്തെടുക്കുക. കാരണം വിനാഗിരിയുടെ അംശമൊക്കെ ഉണ്ടാവും അതിനകത്ത്. അപ്പൊ ഇത് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഭാഗം ഇത്രയും മുറിച്ചെടുത്തു കഴിഞ്ഞാൽ ഇത് കമത്തി വയ്ക്കുമ്പോൾ ഇതിനകത്തേക്ക് മുങ്ങി നിൽക്കരുത്. ചെറിയൊരു ഗ്യാപ്പ് വരുന്ന രീതിയിൽ മുറിച്ചെടുക്കുക. അപ്പൊ അതായത് ഇത്രയും ഭാഗം. അപ്പൊ ദേ ഇതുപോലെ കണ്ടാ, ഇത് ഇത്രയും വെള്ളം നിറച്ച് ചെയ്യാൻ നേരത്ത് നമ്മൾ നൂലിട്ട് കൊടുക്കും. ആ നൂല് വഴി ഇത് വലിച്ചെടുക്കണം. ആ ഒരു രീതിയിൽ വേറെ മുങ്ങി കിടക്കുകയും ചെയ്യരുത്. അപ്പൊ അതുപോലെ ഇത് സെറ്റ് ചെയ്യാം. ഇനിയുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മൂടിക്കൊരു ഒരു ഹോൾ ഇടണം. അതായത് നമ്മൾ ഈ നൂല ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഈ നൂല് കയറാൻ അത്രയും വീതിക്ക് വട്ടായിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പൊ ഇതുപോലൊരു ഹോൾ ഇടാം. എന്നിട്ട് ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അതിനകത്തേക്ക്, ഇത് നമ്മുടെ ചാക്ക് നൂലാണ്. ചാക്ക് നൂല് നിങ്ങളുടെ നാട്ടിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും പേരായിരിക്കും പറയണത്. അപ്പൊ അതെന്താന്നുള്ളതൊന്ന് കമന്റ് ചെയ്തോ. ചില സ്ഥലത്തൊക്കെ ചണനൂൽ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ നിങ്ങളുടെ നാട്ടിൽ വേറെ എന്തെങ്കിലും ആണ് ഈ ചാക്ക് നൂലിന് പറയണമെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്തോ. അപ്പൊ നമ്മുടെ കുപ്പി റെഡി ആയിട്ടുണ്ട്. അതായത് ഇതുപോലൊരു ഹോൾ ഇടുക, ഇതുപോലെ ഒരു ചാക്ക് നൂല് നമുക്ക് രണ്ടറ്റം എത്താൻ പാകത്തിന്. ഇത്രയും വേണ്ട ശരിക്കും. ജസ്റ്റ് ഒന്ന് മുങ്ങിക്കിടന്നാൽ മതി. അതുപോലെ മേളിലും കറക്റ്റ് ആയിട്ട് എൻഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. ഇത്രയും മതി ആക്ച്വലി ഈ സാധനം. ഇനി ഇതിനകത്ത് മണ്ണ് നിറയ്ക്കണം. മണ്ണ് നിറച്ചിട്ടേ കാണിച്ചു തരാം. നമ്മൾ ഇതില് പോട്ടി മിക്സ് നിറക്കാൻ നേരത്തെ ഭയങ്കര ലൂസായിട്ടുള്ള മണ്ണ് വേണം. അതായത് ഒരുപാട് കട്ടിക്കായി പോകരുത്, തിങ്ങി പോകരുത് ഈ മണ്ണ്. അപ്പൊ അതിനുവേണ്ടി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചകിരിച്ചോറ്, നമ്മുടെ പോട്ടി മിക്സിൽ ഓൾറെഡി ചകിരിച്ചോറ് ഉണ്ടെങ്കിലും കൂടുതൽ ചകിരിച്ചോറ് ഇടുക, നല്ല ലൂസാക്കാൻ വേണ്ടിയിട്ട്. മാക്സിമം ചകിരിച്ചോറ് കയറുന്ന വെച്ചാൽ കുഴപ്പമില്ല. പിന്നെ പോട്ടി മിക്സിലാണെങ്കിൽ നമ്മുടെ വളവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പോട്ടി മിക്സ് വേണം. അപ്പൊ ഞാനത് കാണിച്ചു തരാം. അപ്പൊ നമ്മളിത് പോട്ടി മിക്സിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചകിരിച്ചോറിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്തിട്ട് ആദ്യം നൂലൊന്ന് ജസ്റ്റ് പുറത്തേക്ക് വലിച്ചു വയ്ക്കുക. എന്നിട്ട് കല്ല് കാര്യങ്ങളൊന്നും ഉണ്ടാവരുത് ഈ പോട്ടി മിക്സിൽ. ആ രീതിയിൽ നമ്മൾ നോക്കി തന്നെ നടക്കണം. ഫുള്ള് നിറക്കണ്ട, ഒരു കുറച്ച് നിറച്ചിട്ട് ഈ നൂല് പിടിച്ച് ഒന്ന് സെന്ററിലേക്ക് ഇങ്ങനെ ആക്കാം. എന്നിട്ട് നമുക്കത് മാക്സിമം താഴത്തേക്ക് വലിച്ചു വയ്ക്കാം. കാരണം മണ്ണിലേക്ക് വെള്ളം വരണം, അത്രേ ആവശ്യമുള്ളൂ നമുക്ക് ഈ നൂല് കൊണ്ട്. നൂലിന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അപ്പൊ ഇത് ഇതുപോലെ സെറ്റ് ചെയ്ത് വയ്ക്കുക. അത് നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിച്ച് വെക്കണേൽ പെട്ടെന്ന് വളരാനൊക്കെ ആയിട്ട് നമുക്കിത് ഈ സൂഡോമോണോസ് ഒരു അല്പം എടുത്തിട്ട്, ഇപ്പം ഞാൻ 1/2 ലിറ്ററോളം വെള്ളം എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു 10 ഗ്രാമോളം മതി. ആ 10 ഗ്രാം 1/2 ലിറ്റർ വെള്ളത്തിൽ ഇത് ഇതുപോലെ കലക്കി കട്ടയില്ലാതെ നന്നായിട്ട് തന്നെ കലക്കി എടുക്കുക. ഇത് 1/2 ലിറ്റർ ആയതുകൊണ്ടാണ് 10 ഗ്രാം. ശരിക്കും 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം രീതിയിലാണ് നമ്മൾ സൂഡോമോണസ് കലക്കാറ്. എന്നിട്ട് ഈ വെള്ളം വേണം നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒഴിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വെള്ളം മതി. നമ്മുടെ ഈ നൂല് മുങ്ങി നിൽക്കേണ്ട രീതിയിൽ. ഈ നൂലിൽ നിന്ന് ഇതിൻ്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നൂല് വഴി വെള്ളം വലിച്ചിട്ട് നമ്മുടെ ഈ മണ്ണിലേക്ക് എപ്പോഴും ഈർപ്പുണ്ടാവും. അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ സീഡ് മുളച്ചു വരുന്നത്. അപ്പോൾ ഇനി സീഡ് ഇടുക അതിനകത്തേക്ക്. ഇത് നമ്മൾ അന്ന് ആമസോണിൽ നിന്ന് മേടിച്ച് നട്ട ചെറുനാരകമാണ്. അപ്പോൾ ഇവിടെ ചെറുതായിട്ട് മുളയൊക്കെ പൊട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനർത്ഥം ഇത് പിടിച്ചെന്നാണ്. അപ്പോൾ ഇനി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വലുതായി കഴിയുമ്പോൾ നമുക്കിത് തുമ്പൊക്കെ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇടയിൽ നിന്നൊക്കെ കൂടുതൽ ശിഖരങ്ങൾ വരും. നമുക്കിങ്ങനെ തോട്ടി പോലെ മേലേക്ക് പോകണ്ട. നമുക്ക് പ്രൂൺ ചെയ്ത് നിർത്തി കുറ്റിയായിട്ട് തന്നെ വളർത്തിയെടുക്കാം.